സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരവേദിയിലിരുന്ന ആശമാരുടെ കൂട്ടുപവാസം. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഡൽഹി യാത്ര പൊളിഞ്ഞതിന് പിന്നാലെയാണ് ഉപവാസ സമരം പ്രഖ്യാപിച്ചത്. ആശമാരുടെ തുടർ നിരാഹാരം ഇന്ന് 5ാം ദിവസത്തിലേക്ക് കടന്നു. സംസ്ഥാന സർക്കാരിന്റെ അവഗണന തുടരുന്നതിനിടെയാണ് ആശമാർ സമരം കടുപ്പിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ശ്രീനന്ദയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനന്ദ, ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു മാസത്തിലേറെയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ സമരം ചെയ്യുകയാണ്. ഇതിനിടെ 3 പ്രാവശ്യം ചർച്ചകൾ നടത്തിയൊക്കെ പരാജയപ്പെട്ടു. ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും ആശമാർ സമരം കടുപ്പിച്ചു വരികയാണ്. ഇനിയുള്ള സമരമുറകൾ എന്തൊക്കെയാണ് ആശാവർക്കർമാരുടെ ഭാഗത്തു നിന്നുണ്ടാവുക? ഇന്ന് ആശാവർക്കർമാരുടെ 43ാം സമര ദിവസമാണ്. ഈ സെക്രട്ടേറിയറ്റിന് പഠിക്കൽ അവർ സമരം ചെയ്തിട്ട് ഇന്ന് 43 ദിവസം തികയാണ്. ഇന്ന് 5ാം ദിവസമാണ് ഇവരെ നിരാഹാര സമരമായി 5ാം ദിവസമാണ് നിരാഹാര സമരത്തിൻ്റെ. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഇവർ കൂട്ട ഉപവാസത്തിനായി തിരഞ്ഞെടുത്തിരിക്കുമെന്ന് നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യമാണ്. ഇവിടെ 3 പേർ ഒരു 4 ദിവസം കൊണ്ട് 3 പേരാണ് ഉപവസിക്കുന്നത്. എന്നാൽ ഇന്ന് ഒരു 5 പേർ അവരെല്ലാ പേരുമായി ഇന്നൊരു ഉപവാസ സമരം നടത്തുമെന്നാണ്, കൂട്ട ഉപവാസം നടത്തുമെന്നാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇവർ ഉപവാസം സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ NHM അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും ഇവരോട് ചർച്ച നടത്തിയെങ്കിലും യാതൊരുവിധ നീക്കുപോക്കുകളും അല്ലെങ്കിൽ ഇവരുടെ ന്യായമായ ആവശ്യങ്ങളൊന്നും തന്നെ അവർ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൂട്ട ഉപവാസ സമരമുറയിലേക്ക് ഇവർ കടന്നിരിക്കുന്നത്. ഇതിനു മുൻപും ഇവർ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചിരുന്നു. എന്നാൽ അതിലും യാതൊരുവിധ നീക്കുപോക്കുകളും നടന്നിട്ടില്ല. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് NHM അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി സംസാരിക്കാൻ കൂടി തയ്യാറായത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇവരെ കാണാൻ എത്താതെ മുഖ്യമന്ത്രി ചെന്നൈയിൽ അവിടെയുള്ള മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോയിരുന്നു. അതിൻ്റെ പേരിലും ഒരു വലിയ വിവാദമായിരുന്നു. എന്നാൽ ഈ ഒരു സെക്രട്ടേറിയറ്റിന് പഠിക്കൽ സർക്കാരിൻ്റെ തൊട്ട് താഴെ ഇവർ ഉണ്ടായിട്ട് കൂടി ഇവരെ ഒന്ന് വന്ന് കാണാനോ സംസാരിക്കാനോ ഉള്ളൊരു ഇതുപോലും ഇതുവരെ സർക്കാർ കാണിച്ചിട്ടില്ല. ഇന്ന് ഉപവാസ സമരത്തിൻ്റെ 5ാം ദിവസമാണ്. ഇന്ന് കൂട്ട നിരാഹാര സമരമാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ എത്താൻ കഴിയാത്ത ആശമാർ പിന്നീട് അവർ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ നിന്ന് ഉപവാസ സമരം അവർക്ക് പറ്റുന്ന പോലെ ഉപവാസം ഇരിക്കുമെന്നാണ് നമുക്ക് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഉള്ളൊരു ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി, ഇന്ന് കൂട്ട ഉപവാസമല്ലേ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായും ഇവർ നിരാഹാര സമരം തുടങ്ങിയിട്ട് 5ാം ദിവസമായി. പക്ഷേ ഞാനും ഇന്ന് രാവിലെ മുതൽ ഇവരോടൊപ്പം ഭക്ഷണമൊന്നും കഴിക്കാതെ എൻ്റെ മെഡിസിൻ മാത്രം രാവിലെ കഴിക്കാനുള്ളത് കഴിച്ചു. എന്നിട്ട് ഇന്ന് 5 മണി വരെ ഇവരോടൊപ്പം ഉപവാസത്തിലായിരിക്കാൻ തന്നെയാണ് എൻ്റെയും തീരുമാനം. കാരണം ഞങ്ങളുടെ ഈ സ്ത്രീകളുടെ അതിജീവന സമരം നാളെ കേരള ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഒരു കറുത്ത അധ്യായമായി തന്നെ ഇരിക്കും. കാരണം സ്ത്രീ തൊഴിലാളികളെ അവർ അംഗീകരിക്കുന്നെങ്കിൽ ഈ ഭരണകൂടത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ജീവൻ പണയം വെച്ച് നിപ്പയുടെയും കോവിഡിൻ്റെയും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം സർക്കാരിൻ്റെ തോളോട് തോൾ ചേർന്ന് നിന്ന് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഈ ജനത്തിന് വേണ്ടി ഈ നാടിന് വേണ്ടി പണിയെടുത്ത ആശാവർക്കർമാർ ഒരു നേരത്തെ ആഹാരം, തലചായ്ക്കാനൊരിടം, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്ന് മെച്ചപ്പെടുത്താൻ ഒരു തരി വെട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആശാപ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മനുഷ്യത്വം ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ മുമ്പാകെ വന്നത്. ഞങ്ങൾ ആരുടെയും ഭരണം അട്ടിമറിക്കാനോ ആരെങ്കിലും മഴവിൽ സഖ്യം ഉണ്ടാക്കിക്കൊണ്ടോ അവരെ അധിക്ഷേപിച്ചുകൊണ്ടോ ഒന്നും അല്ല ഇവിടെ ഇരിക്കുന്നത്. ഈ ഭരണകൂടത്തിന് കഴിയും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടും അവർ അങ്ങനെ വാഗ്ദാനം നൽകിയതിൻ്റെ പേരിലുമാണ് ഞങ്ങളിവിടെ ഇരുന്നത്. ഒരിക്കലും ഞങ്ങൾക്ക് ഈ ഭരണകൂടത്തോട് വേറൊരു എതിർപ്പുമില്ല. തൊഴിലാളി സർക്കാരിന് ഇത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ പ്രശ്നം ആർക്കാണ് പരിഹരിക്കാൻ കഴിയുന്നത്? ഞങ്ങൾക്ക് അവരോടുള്ള വിശ്വാസം, ഈ ജനത്തിന്, ഇവിടുത്തെ അടിസ്ഥാന തൊഴിലാളി വർഗത്തിന് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള വിശ്വാസത്തെയാണ് അവർ ഓരോ നിമിഷവും തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 43 ദിവസമായി. ഇതിന് മുൻപ് 2 പേർ നിങ്ങളുമായി ചർച്ച നടത്തി. NHM അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും ചർച്ച നടത്തി. യാതൊരുവിധ നീക്കുപോക്കുകളും ഉണ്ടായിട്ടില്ല. സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിങ്ങൾ സെക്രട്ടേറിയറ്റ് ഉപരോധം വരെ നിങ്ങൾ ചെയ്തതാണ്. എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ സമരമുറയിൽ ഇങ്ങനെ ഒരു നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ആരെങ്കിലും നിങ്ങൾ ഇതുവരെ വിളിക്കോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അടുത്ത നീക്കം അല്ലെങ്കിൽ നിങ്ങളോടൊരു ചർച്ചയ്ക്ക് തയ്യാറാകുകയോ പിന്നീട് ചെയ്തിരുന്നോ? ഇല്ല, ആ 2 ചർച്ചയും പൂർണ്ണ പരാജയമായിരുന്നു. നമ്മളോട് യാതൊരു അനുഭാവവും ഗവൺമെൻറ്റിനില്ല, NHM ചെയ്യാനില്ല എന്ന്. കാരണം അവർ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ്. സർക്കാർ പറയുന്നത് അവർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതിനു വേണ്ടി നടപടി സ്വീകരിക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഈ കേരളത്തിൻ്റെ മന്ത്രിസഭയാണ് ഇത് ചർച്ചയ്ക്ക് വെക്കേണ്ടത്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരിപ്പോഴും
വലിയ വലിയ കോടിക്കണക്കിന് രൂപ വകമാറ്റി ചെലവഴിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ പരിഹരിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല? ഇവരാരോടായി വാശി കാണിക്കുന്നത്? പട്ടിണി പാവങ്ങളായ സ്ത്രീകളോടാണോ? ഈ ഒരു സമൂഹത്തിന് എല്ലാ കാര്യങ്ങളിലും ഒരടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബത്തിലെ സ്ത്രീയാണ് ആ വീടിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെയാണ് അവഗണിക്കുന്നത്. സ്ത്രീപക്ഷമെന്ന് പറയുകയും എന്നാൽ അവരുടെ പ്രവൃത്തികൾ യാതൊരു സ്ത്രീ ശാക്തീകരണവുമില്ല, ഒരു സുരക്ഷിതത്വവുമില്ല. ഇന്നത്തെ കുടുംബങ്ങളുടെ പശ്ചാത്തലം എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ വാർത്തകളിലൊക്കെ വായിച്ചു, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഒരു മകൻ കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ ആ മകനെ പിടിച്ച് എവിടെ പോലീസിനെ ഏൽപ്പിച്ചു. അതാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. നമുക്കൊരു സുരക്ഷിതത്വമില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ 65 വയസ്സാകുമ്പോൾ 62 വയസ്സിൽ ഈ ജോലി ഉപേക്ഷിച്ച് പോകണമെന്നാണ്. ഞങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്? അപ്പം ഞങ്ങൾ ഈ 10-30 കൊല്ലം സർക്കാരിനെ സേവിച്ചിറങ്ങി പോകുമ്പോൾ ഒരു ആനുകൂല്യം, ഒരു റിട്ടയർമെൻറ്റ് ആനുകൂല്യം, അത് വെറും 5 ലക്ഷം രൂപ ഓരോ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു മാസത്തെ ശമ്പളം പോലും വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് അത് തരുന്ന എത്രയോ പാവപ്പെട്ട അമ്മമാരുണ്ട്, പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവരും പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ അമ്മമാരെ കൂടിപ്പോയ ഒരു വർഷം ഒരു 10-20 പേര് 62 വയസ്സായവർ കാണും. അല്ലെങ്കിൽ തുടക്കത്തിലെടുക്കുമ്പോൾ ഒരു 50 പേര്. അവർക്ക് വേണ്ടി ഒരു 100 കോടി മാറ്റിവെക്കാനില്ലേ? തീർച്ചയായിട്ടും അവർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് സർക്കാർ തങ്ങളുടെ ഈ ന്യായമായ ആവശ്യങ്ങൾ കണ്ടില്ല എന്നടിക്കുന്നത്? രണ്ട് സംഘടനകൾ ഇവരുമായി ചർച്ച നടത്തി, എന്നിട്ട് കൂടി യാതൊരുവിധ നീക്കുപോക്കുകളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് വെറും 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കുറച്ച് മണിക്കൂറുകൾ ഇരുന്നാൽ തീരാവുന്ന ഒരു പ്രശ്നം ഇപ്പോൾ 43 ദിവസം അവരുടെ സമരമുറികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ 5ാം ദിവസമാണ് ഇവരുടെ ഉപവാസം നടക്കുന്നത്. ഈ ഉപവാസത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആശമാർ അവർ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിന്ന് അവർ ഉപവസിക്കും, അല്ലെങ്കിൽ അവർ ഈ ഒരു നിരാഹാര സമരത്തിൽ പങ്കുചേരുമെന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ ഉപവാസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ 43 ദിവസം കടക്കുമ്പോൾ ഇനിയും എത്ര നാൾ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അവർക്കറിയില്ല. പക്ഷേ ഉള്ളിടത്തോളം കാലം തങ്ങളുടെ മരണം വരെ ഈ ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ആവശ്യങ്ങൾ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കാണ്ടിരിക്കാൻ അവർ ഇനി നിൽക്കത്തില്ല. അവരെന്തായാലും ഈ ഒരു അവരുടെ ആവശ്യങ്ങളെല്ലാം മനസ്സിലാക്കി സർക്കാർ മുന്നോട്ട് വരും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ ഇപ്പോഴും അവരുടെ മനസ്സുകളിൽ ഉണ്ടെന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഇനി എന്തു വന്നാലും അവർ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി സംഘടനകളും മറ്റ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ എത്തി ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നും ഒരുപാട് സംഘടനകളും അതുപോലെ തന്നെ പാർട്ടികളും ഐക്യദാർഢ്യവുമായി ഇവിടെ സമരപന്തലിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ദൃശ്യം. ശരി, ശ്രീനന്ദയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.